അച്ഛൻ്റെ ജീവൻ പോയെന്ന് എങ്ങനെ മനസ്സിലാക്കി? പ്രാണൻ എന്ന് പറയുന്ന ഒരു സംഭവം പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എങ്ങനെ? അതായത് കൃത്യമായിട്ടും ആ നമ്മുടെ പ്രാണൻ ഇവിടെ നിന്ന്, അതായത് മൂലാധാര ചക്രത്തിൽ ഓരോ ചക്രങ്ങൾ ഉണരുമ്പം നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഭയങ്കര ചൈതന്യം വരുന്നു ആ സമയത്ത്. അച്ഛന് ഭയങ്കര ചൈതന്യവും തേജസ്സായിരുന്നു. സമയത്ത് പോയി ഇവിടെ ശ്വാസം ഞാൻ ലയിച്ച്, ഭഗവാനിലങ്ങ് ലയിച്ച് ആ സമയം കറക്റ്റായിട്ട് ശ്വാസം നിന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞു? അമ്മ സമാധിയായി എന്ന് പറഞ്ഞ് അമ്മ അറിയിച്ച് അമ്മ വന്ന്. വേറെ ബന്ധുക്കളൊന്നുമില്ലേ നിങ്ങൾക്ക്? ബന്ധുക്കളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പം ബന്ധുക്കളെയൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റിയില്ല. അറിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ സമയം ഭഗവാന്റെ കാര്യങ്ങൾ പോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ മുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ കാര്യം അതേപോലെ ഒരു പുത്രധർമ്മം എന്ന നിലയിൽ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ മുഹൂർത്തം തെറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ആ മുഹൂർത്തത്തിൽ ആരെ അറിയിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായി പോയി. അതുപോലെ ഞാനത് ആ കർമ്മം അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബന്ധുക്കളോടൊക്കെ പിന്നെ എപ്പോൾ പറഞ്ഞു? ബന്ധുക്കളോടൊക്കെ ഇനി മേലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ബന്ധുക്കളോടൊക്കെ. അനിയനാണോ മറ്റു ചടങ്ങുകളൊക്കെ ചെയ്ത്? ഞാനാണ് അനിയൻ. അതെ അതെ. പേര് രാജസേനൻ. മറ്റേ പേര് സനന്ദൻ. ഇത് രാജസേനൻ. രാജസേനൻ. എൻ്റെ ചേട്ടൻ്റെ പേരാണ് സനന്ദൻ. അത് കഴിഞ്ഞ് പോലീസൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്ക, അതായത് ഈ മഹാക്ഷേത്രം കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഈ കുടുംബക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ പക അവരങ്ങ് തീർത്ത്. അതായത് എപ്രകാരമാണോ അവർ പക പോക്കാൻ കാത്തു നിന്നത്, ആ സന്ദർഭം മുതലാക്കി അവരങ്ങ് വീട്ടി. അത്ര തന്നെ. ഈ നാട്ടുകാർക്ക് അമ്പലം കൊടുക്കണം. ഈ നാട്ടുകാർക്ക് കൊടുക്കാത്തതിൻ്റെ വ്യാപം മൊത്തം ഇതിലങ്ങ് തീർത്ത്. ഈ ഒരു കാര്യം അവർ നോക്കി നിന്ന് നമുക്ക് ശിക്ഷ തരാം. അവർ നോക്കി നിന്ന് നമുക്ക് ഈ ഒരു സംഭവം